അനന്തപുരിയെ യാഗശാലയാക്കി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. തോറ്റംപാട്ടുകാർ പാണ്ഡ്യരാജാവിന്റെ വധം കഴിയുന്ന ഭാഗം പാടിക്കഴിഞ്ഞതോടെ പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നു. ലക്ഷങ്ങളാണ് ദർശനത്തിനും പൊങ്കാല സമർപ്പണത്തിനുമായി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേർന്ന ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ ലക്ഷങ്ങളാണ് എത്തിയത്. രാവിലെ 10:15 ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി എൻ വിഷ്ണു നമ്പൂതിരിക്ക് കൈമാറി. തുടർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പ് കത്തിച്ചു. പിന്നാലെ ക്ഷേത്രത്തിന് മുൻവശം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി. ഇന്നലെ മുതൽ തന്നെ ക്ഷേത്ര പരിസരത്തു നിന്നും കിലോമീറ്ററുകളോളം പൊങ്കാലയടുപ്പുകൾ നിരന്നിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പൊങ്കാലയ്ക്കായി ഭക്തരെത്തി. 40 ലക്ഷം പൊങ്കാലയാണ് ക്ഷേത്രം അധികൃതർ ഇക്കുറി ലക്ഷ്യം വച്ചത്. അതേസമയം പുലർച്ചെ നട തുറന്നതു മുതൽ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താൻ ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളെത്തി. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ക്ഷേത്രത്തിലും നഗരത്തിലാകമാനവും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. 24 തിരുവനന്തപുരം. അനന്തപുരിയിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മിനി സ്ക്രീനിലെയും വെള്ളിത്തിരയിലെയും താരങ്ങൾ പൊങ്കാലയർപ്പിച്ചു. പതിവ് പോലെ വളരെ നേരത്തെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തായി താരങ്ങൾ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരുന്നു. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കാൻ എത്താറുണ്ടെന്ന് താരങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഞങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. എന്ത് വന്നാലും 10-18 വർഷത്തിന് മേളിലായി ഇടാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഒരു 1-2 ഗ്യാപ്പ് വന്നു. ഇപ്പൊ വീണ്ടും അമ്മ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. സ്ത്രീകളുടെ ശബരിമല അക്ഷരാർത്ഥത്തിൽ വളരെ സത്യമാണിത്. പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പണ്ടാരയടുപ്പിൽ അഗ്നി പകരുന്നത് വരെയുള്ള കാത്തിരിപ്പ്. ശേഷം പണ്ടാരടുപ്പിൽ നിന്നും പകർന്നു കിട്ടിയ ദീപം പരസ്പരം കൈമാറി പൊങ്കാലയ്ക്കായി തയ്യാറാക്കിയ തങ്ങളുടെ അടുപ്പുകളിലേക്ക് പകർന്നു. പിന്നെ പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനുള്ള തിരക്കിലേക്ക്. 24 തിരുവനന്തപുരം. ഇനി അതിഥികളിലേക്ക് പോവുകയാണ്. സ്വാഗതം ചെയ്യുന്നു നടിമാരായ സീമാജി നായരെയും ഉഷയെയും ഒപ്പം രമ്യയെയും 24 സ്ത്രീയിലേക്ക്. ഞങ്ങളുടെ പ്രതിനിധി സുധിഷ ചേരുകയാണ് ഇപ്പോൾ അതിഥികളുമായി. സുധിഷ, ആറ്റുകാൽ പൊങ്കാലയെല്ലാം അർപ്പിച്ച് വളരെ സന്തോഷത്തിലായിരിക്കുമല്ലോ താരങ്ങൾ. എങ്ങനെയാണ് ഇവർ പൊങ്കാല സമർപ്പിച്ചതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്? തീർച്ചയായും പ്രവിത, താരങ്ങൾ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്ന ജനസാഗരം മുഴുവനും വളരെയധികം സന്തോഷത്തിലാണ്. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു തിരുവനന്തപുരം മുഴുവനും. ഇപ്പോൾ ഏതാണ്ട് പൊങ്കാലയുടെ ചടങ്ങുകളെല്ലാം അവസാനിച്ച് ഭക്തലക്ഷ്യങ്ങൾ അവരുടെ വീടുകളിലേക്ക് തിരികെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ദേവിയുടെ ദർശനം നടത്താനും ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ കുറച്ച് താരങ്ങൾ നമ്മുടെ കൂടെ ഇപ്പോൾ പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. കൃഷ്ണപ്രഭ, രമ്യ, അതുപോലെ തന്നെ സരിക എന്നിവരാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവർ ഏതാണ്ട് എല്ലാ വർഷവും തന്നെ ഇവിടെ എത്തി പൊങ്കാല അർപ്പിക്കാറുണ്ട്. നമുക്ക് ഇവരോട് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എത്രാമത്തെ തവണയാണ് ഇത്തവണ പൊങ്കാലയ്ക്ക്? ഞാൻ ശരിക്കും 4ാമത്തെ തവണയാണ്. ശരിക്കും നേരത്തെയൊക്കെ പത്രക്കാരല്ലേ, നമ്മളെ ടി വിയിലെ ആൾക്കാരല്ലെങ്കിൽ ചാനലുകാർ വരുമ്പോൾ നമുക്ക് ശരിക്കും പേടിയായിരുന്നു, അയ്യോ എന്ത് പറയുന്നൊക്കെ. പക്ഷേ ഇപ്പം ഭയങ്കര നമ്മൾ യഥാർത്ഥ മൂഡിൽ വന്നു. കാരണം നേരത്തെയൊക്കെ വേറൊരു മൂഡിലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് തൊഴാനും പറ്റി, അതുപോലെ നന്നായിട്ട് പ്രസാദം ഉണ്ടാക്കാനും അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കാനൊക്കെ പറ്റി. ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ കൃഷ്ണപ്രഭയുടെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ പുതിയൊരു ചേച്ചിയുടെ ഞങ്ങൾക്ക് ടി വിയിൽ കൂടി അല്ലാണ്ട് നേരിട്ട് ഞങ്ങളെ വിചാരം ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാം. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല ദിവസം, മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന്. ഇത്തവണ ആഗ്രഹ സാഫല്യമായിരുന്നോ അതോ പുതിയതായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റുമായിട്ടാണോ ആറ്റുകാൽ അമ്മയുടെ അടുത്തേക്ക്? അത് ശരിക്കും ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ എൻ്റെയൊക്കെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ചെയ്ത് തരണം, ഇങ്ങനെ ആക്കണം. മെയിനായിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്. നമുക്കൊരു വർഷം വന്നു കഴിഞ്ഞാൽ ആ ഒരു വർഷം ശരിക്കും പറയണമെങ്കിൽ ആശുപത്രിയിലൊന്നും പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളൊരാഗ്രഹം മാത്രം. ചേച്ചിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല? ഒരുപാട് തവണയായി ഇപ്പം വരുന്നു. അപ്പം എങ്ങനെയാണ് ഇതിന് മുന്നേയുള്ള അനുഭവങ്ങൾ, എങ്ങനെയാണ് ഇത്തവണ, അതെങ്ങനെയാണ്?
ഞാൻ ശരിക്കും പറഞ്ഞാൽ 2000 തൊട്ട് ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നു. എനിക്കൊരു വലിയൊരു ബ്രേക്ക് വന്നു. ഞാൻ ഗൾഫിലായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പോൾ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയിരുന്നില്ല. ലാസ്റ്റ് ഇയർ ഞങ്ങളവിടെ സൗദിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതൊക്കെ പറ്റില്ലല്ലോ. ലാസ്റ്റ് ഇയർ അവിടെ പൊങ്കാല ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കിവിടെ ഞാൻ ഇത്രയും വർഷം ഇവിടെ പൊങ്കാല ഇട്ട് ഞാനിവിടെ ഇവിടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. അമ്പലത്തിന് പുറകിലൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ പൊങ്കാല ഇടാൻ വരും. ഈ 10 ദിവസവും വീട്ടിൽ ഉത്സവം തന്നെയായിരുന്നു. അപ്പോൾ അതാണ് ഇവിടുന്ന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു കാര്യം ഈ പൊങ്കാലയായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ലാസ്റ്റ് ഇയർ. പക്ഷേ ഈ വർഷം ഇവിടെ ദേവിയുടെ നടയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ വന്ന് പൊങ്കാല ഇടാൻ പറ്റി. എനിക്ക് ദേവി വിളിപ്പുറത്ത് കേൾക്കുന്ന ഒരു ദേവി തന്നെയാണ്. എല്ലാ അനുഭവങ്ങളും എനിക്ക് മക്കളുണ്ടായതും ഞാൻ ഇവിടെ 101 കൊല്ലം പൊങ്കാല ഇട്ടതിന് ശേഷമാണ് എനിക്ക് മക്കളുണ്ടായത്. ഇത്തവണ ഈ ആഗ്രഹം പൂർത്തീകരിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണോ അതോ പുതിയ വല്ല ആഗ്രഹം? അതെ എനിക്ക് പുതുതായിട്ട് വേറൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതി ദേവി, അത്രേ ഉള്ളൂ. ഏത് നിവേദ്യമായിരുന്നു ഇത്തവണ ദേവിക്ക്? തെരളി, എല്ലാ വർഷവും തെരളിയും ശർക്കര പൊങ്കലുമാണ് ഇടുന്നത്. എല്ലാ വർഷവും ഇത് എല്ലാ വർഷവും 101 കാലാണ് ഇടുന്നത്. ഇപ്രാവശ്യം ഒരു കാലത്തിൽ ഇട്ടു. കൃഷ്ണപ്രഭ കൂടിയുണ്ട് നമ്മുടെ കൂടെ. കൃഷ്ണപ്രഭ, എങ്ങനെയാണ് ഈ ആറ്റുകാൽ ഭഗവതിയുമായുള്ള ആറ്റുകാൽ ദേവിയുമായുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സീരിയൽ രംഗത്ത് സജീവമായിട്ട് നിന്നപ്പോൾ ദേവി മഹാത്മ്യം എന്ന സീരിയൽ ചെയ്തിരുന്നു. അപ്പോൾ മെറിലാൻഡ് ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ. ആ ഒരു ടീമൊത്താണ് ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. അപ്പോൾ അന്ന് പ്രവീണ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി ആ ടീം ഫുള്ളുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഫസ്റ്റ് ഇടുന്നത് ഇവിടെ അടുത്ത് വേറൊരു അമ്പലത്തിലാണ് ഇടുന്നത്. അന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പൊങ്കാല ഇടുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒത്തിരി വർഷം ഇപ്പം മുടങ്ങാതെ ഇടാൻ കുറച്ച് നാൾ വരെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു 2-3 കൊല്ലത്തോളം മുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം മുതൽ റീസ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ കൊല്ലം ഇട്ടു, ഇക്കൊല്ലവും ഇട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇട്ടത് കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിലായിരുന്നു ഇട്ടത്. ട്രിവാൻഡ്രം ഫുൾ പൊങ്കാല സമർപ്പിക്കുന്നുള്ളത് കൊണ്ട് പല ഭാഗങ്ങളിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെയായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ദേവി അനുഗ്രഹിച്ച് ഇങ്ങനെ അടുത്ത് വന്നിട്ടോ എന്നുള്ള രീതിയിൽ ദേവി ഇവിടെ ഗൗരിവന്ദനത്തിൽ ഇവിടെ ഇരുന്നോന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയ പോലെ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോവില്ല, എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. എല്ലാ കൊല്ലവും ഞാൻ ശർക്കര പൊങ്കാല പായസം തന്നെയാണ് ഇടുന്നത്. എന്തെങ്കിലും ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയായിരുന്നു ഇത്തവണ? അങ്ങനെയില്ല, നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതൊരു ദൈവാധീനമുള്ള ഒരാളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. പ്രത്യേകിച്ച് കലാകാരന്മാരാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നും ഞാൻ അന്ന് പൊങ്കാല ഇട്ട് മുതൽ ഈ നിമിഷം വരെ ദേവിയുടെ അനുഗ്രഹം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും കരിയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ അന്ന് സീരിയൽ രംഗത്തായിരുന്നു സജീവം. ഇപ്പോൾ ദൈവം സഹായിച്ച് കുറച്ച് സിനിമകളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കരിയർ ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ആ അനുഗ്രഹം ഉണ്ടാവണേന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഒരേ കാര്യം ലിസ്റ്റ് അങ്ങനെയായിട്ട് കൊണ്ടുവരാറില്ല. എപ്പോഴും ഒരേ കാര്യം തന്നെയുള്ളൂ, ദേവി എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത വർഷവും വരാനുള്ള താല്പര്യമുണ്ടോ? ഘോഷയാത്രകളും മറ്റും നടക്കുന്നുണ്ട്. അമ്പലത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഘോഷയാത്രയൊക്കെ നടക്കുന്നുണ്ട്. ശരി സുധിഷ, ദയവായി തുടരുക. ഇപ്പോൾ സീമാജി നായരും നമ്മോടൊപ്പം ചേരുകയാണ്. സീമ, 18 വർഷമായി സീമ പൊങ്കാല ഇടുന്നു എന്നാണ് അറിയുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ തോന്നുന്നുണ്ട് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ. ഇപ്പം അമ്മ നമ്മളെ പിടിച്ചു നിർത്തുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും 18 വർഷം ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്. 18 അല്ല, അതിൻ്റെ മുകളിൽ ഒരുപാട് മുകളിലായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം എനിക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട്. ആ മുടങ്ങിപ്പോകുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ഒരു ദുഃഖം പോലെയാണ് സത്യത്തിൽ പൊങ്കാല പറ്റാതെ വന്ന വർഷങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം എനിക്ക് ഇടാൻ പറ്റിയിരുന്നില്ല. ഈ വർഷം ഇടാൻ പറ്റുമെന്ന് സത്യത്തിൽ ഒട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഒരു 10 മണി വരെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇടാൻ പറ്റുമെന്ന്. പക്ഷേ 10:30 ആയപ്പം എനിക്ക് ഷൂട്ട് കഴിയാനും
ഇതുപോലെ വരാനും ഗൗരി വന്ദനത്തിൽ തന്നെ വരാനും സാധിച്ചു. പിന്നെന്താ വെച്ചാൽ എവിടെ അമ്മ പൊങ്കാല ഇട്ടാലും അമ്മ സ്വീകരിക്കും. പക്ഷേ അമ്മയുടെ അടുത്തിടുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. ഞാൻ ഈ എപ്പോഴും പൊങ്കാല ഇട്ടിട്ടുള്ള ഗൗരി വന്ദനത്തിൽ നമുക്കൊരു സ്ഥലം ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ വർഷമൊന്നും ഞാനിവിടെ പൊങ്കാല ഇട്ടിരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചിട്ട് സന്തോഷിനോട് പറഞ്ഞു, സന്തോഷേ ഞാൻ ചിലപ്പോൾ വരും, അതൊരു 10% മാത്രമേ ഉള്ളൂ എത്താൻ പറ്റുമെന്ന്, നല്ല എനിക്കൊരു അടുപ്പ് വേണം, ഒരടുപ്പ് ഒന്ന് പിടിച്ചേക്കണേന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ അവിടെ എത്തിയപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ എവിടെ പൊങ്കാല ഇട്ടിരുന്നു, ഇത്രയും വർഷവും ഗൗരി വന്ദനത്തിൽ ഏത് സ്ഥലത്ത് ഞാൻ പൊങ്കാല ഇട്ടിരുന്നോ അതേ സ്ഥലത്ത് സീമ എന്നെഴുതിയ പേരുമായിട്ട്, ആ ഇഷ്ടികയിൽ സീമ എന്നെഴുതിയ പേരുമായിട്ട് എനിക്കവിടെ അടുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്താ പറഞ്ഞൊരു വല്ലാത്ത ഫീലായിപ്പോയി. വേണമെങ്കിൽ ഒരടുപ്പിന് അപ്പുറത്തോട്ടോ ഒരടുപ്പിന് ഇപ്പുറത്തോട്ടോ നമുക്ക് വേണമെങ്കിൽ അവർക്ക് മാറ്റി വെക്കാം. എന്നാൽ അവരും ഇപ്പോൾ ഓർക്കണമെന്നൊന്നുമില്ലല്ലോ ഇപ്പം നമ്മളെവിടെ നിന്നിട്ടുള്ളതെന്നൊന്നും. പക്ഷെ കറക്റ്റ് സ്പോട്ടിൽ അതെനിക്ക് ഇന്ന് രാവിലെ മുതൽ എന്താ പറയുക ഒരു വല്ലാത്ത ഫീലായിരുന്നു ആ ഒരു അടുപ്പും ആ ഒരു സ്ഥലവും കണ്ടപ്പോൾ. ചെറുപ്പം മുതലേ ആറ്റുകാലമ്മയുടെ ഭക്തിയായിരുന്നോ? ചെറുപ്പം മുതലല്ല, നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തല്ല ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ, അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്ന സമയത്ത് RCCയിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ആറ്റുകാലയെക്കുറിച്ചൊക്കെ ആ ടൈമിൽ അറിയുന്നത്. അതിനു മുമ്പ് നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആറ്റുകാല നാടകം കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പൊങ്കാല എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയ്ക്കും തലയിലേക്കൊന്നും എത്തിപ്പെടാത്ത ഒരു ടൈമിലാണ് ഞാൻ നാടകരംഗത്തേക്ക് വന്നത്, ചെറിയ പ്രായത്തിൽ. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് പൊങ്കാല ഇടണം, പൊങ്കാല ഇട്ടാൽ നല്ലതാണ്, അമ്മയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വർഷം മുതലാണ് ശരിക്കും പറഞ്ഞാൽ പൊങ്കാല ഇടാൻ തുടങ്ങിയത്. ശരി, ഒരാഴ്ചത്തെ വ്രതം നോറ്റാണല്ലോ പൊങ്കാലയിടാൻ ഭക്തരെത്തുന്നത്. അപ്പം സീമ എന്തൊക്കെ ചിട്ടവട്ടങ്ങൾ നോക്കിയിട്ടായിരുന്നു പൊങ്കാലയിടാൻ എത്തിയത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ്, എല്ലാ വർഷവും പൊങ്കാല ഇടുമ്പം ഞാനൊരു 2 ആഴ്ചത്തെ വ്രതം എടുത്തിട്ടാണ് വരിക. കാരണം അത് നമ്മളിവിടെ ഉത്സവം തുടങ്ങുന്നതിന് കൊടിയേറുന്നതിന് മുമ്പേ ഞാൻ നോയമ്പെടുക്കാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് ഒറ്റ ദിവസത്തെ നോമ്പേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ഇന്നലെയായിരുന്നു. കാരണം ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇടാൻ പറ്റുമെന്ന്. ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ബ്രേക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ല, ആരും നമുക്ക് അനുവാദം തന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഒരു ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, ബ്രേക്കാണ് എന്ന്. അപ്പം അതുകൊണ്ട് ഒറ്റ ദിവസത്തെ നോമ്പ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ അമ്മയോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇന്ന് പൊങ്കാല ഇട്ടത്. തീർച്ചയായും സീമയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം എത്രത്തോളം ഭക്തിയോടെയാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നതെന്ന്. എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതായി തോന്നുന്നുണ്ട്? അല്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ചിലപ്പം ഓരോ വർഷവും വരുമ്പം എനിക്ക് അച്ഛനില്ല, അമ്മയില്ല. നമുക്ക് ഓടിച്ചെന്ന് ആശ്രയിക്കാൻ പറ്റുന്നത് ആരെയാണ്? നമുക്ക് അമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരാളുടെ അടുത്തല്ലേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുക. അപ്പോൾ അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്ന് ചിലപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ, നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മളെ ചേർത്തണയ്ക്കുന്ന പോലെ, ചേർത്ത് പിടിക്കുന്ന പോലെ, എന്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരുന്നത് പോലെയോ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും. അതെൻ്റെ മനസ്സിൽ മാത്രമല്ല, ഓരോ വർഷവും ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിന് ഭക്തരാണ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷവും കൂടണമെങ്കിൽ എന്നെപ്പോലെ 1-2 പേരെയല്ല, ഇതുപോലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ, അവരുടെ ദുഃഖങ്ങളെ, അവരുടെ വേദനകളെ എല്ലാം അമ്മയോട് ചേർത്ത് പിടിക്കണം. അമ്മയുടെ മാറോട് അണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഓരോ വർഷവും ഇത്രയധികം ഭക്തജനങ്ങൾ ഇവിടെ വരുന്നത്. അതെനിക്ക് ഒരാൾക്കും മാത്രമായിട്ടായിരിക്കില്ല ആ അനുഗ്രഹം. എന്നാലും എപ്പോൾ വേദന വന്നാലും മനസ്സൊന്ന് നൊന്ത് പറഞ്ഞാൽ, അല്ലെ ഒന്ന് ആ മുമ്പിൽ ചെന്ന് വരുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. ആരും പറഞ്ഞിട്ടല്ല നമ്മൾ കരയുന്നത്, അറിയാതെ കണ്ണെന്നറിയാറുണ്ട്, കരഞ്ഞു പോകാറുണ്ട്. കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. ശരി, ഇപ്പോൾ സിനിമ സീരിയൽ താരം ഉഷയും നമ്മോടൊപ്പം ചേരുകയാണ്. ഉഷ, പൊങ്കാലയിടാൻ എത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഒരുപക്ഷെ ആറ്റുകാൽ ക്ഷേത്രം തന്നെ അറിയപ്പെടുന്നത്. ശബരിമല വിഷയം ഇത്രയും കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തന്നെ പൊങ്കാലയിടാൻ ഇതുപോലെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ശബരിമല വിഷയവുമായി ഇതിനെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത്
നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ സ്ത്രീകൾ പൊങ്കാലയിടുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് കൊണ്ടാണ്. ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ഇപ്പം സുപ്രീം കോടതി വിധി സ്ത്രീകൾക്ക്, അതായത് യൗവനയുക്തയായ സ്ത്രീകൾക്കും പ്രവേശിക്കാം. പക്ഷേ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ഭക്തർക്ക് ആവശ്യമെങ്കിൽ പോകാമെന്നാണ്. 220 കേസുകൾ വിധി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ ഈ ഒരൊറ്റ വിധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കാട്ടിക്കൂട്ടിയ പല പ്രശ്നങ്ങളും, ജാക്കറ്റ് മുതൽ കൊണ്ട് പോലീസുകാരുടെ ഡ്രസ്സുകളൊക്കെ അണിയിച്ച് പല വിധത്തിൽ പല ഭാഗങ്ങളിലൂടെ ഈ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ഇതേ സ്ത്രീകൾ എന്തുകൊണ്ട് 45 ലക്ഷത്തോളം സ്ത്രീകൾ അണിനിരന്ന് പൊങ്കാലയിടുന്ന ഈ യാഗഭൂമിയിലേക്ക് വന്നില്ല? യഥാർത്ഥ ഭക്തരായിരുന്നു എങ്കിൽ അവരിവിടെയല്ലേ വരേണ്ടത്? അവർക്ക് പൊങ്കാലയിടാനുള്ള സൗകര്യം കൊടുക്കുമായിരുന്നല്ലോ, അവരെ പരിപാലിച്ചിരുത്തി അവർക്ക് ദർശനം കൊടുക്കുമായിരുന്നല്ലോ. ഇതിനൊന്നും വരാതെ എവിടെയോ ഇരിക്കുന്ന ഞാൻ അന്ന് അയ്യപ്പൻ അന്ന് മലകേറിപ്പോയി ഇരിക്കുന്ന സമയത്ത് അത് കൊടും കാടാണ്. ഇന്നാണ് അത് പിന്നീട് പട്ടണമായി മാറിയിട്ടുള്ളത്. ആ കൊടുങ്കാട്ടിൻ്റെ അങ്ങേ അറ്റത്ത് നിങ്ങൾ ആരും എന്നെ കാണാൻ വരണ്ട, ഞാൻ എൻ്റെ ബ്രഹ്മചര്യവും കാത്തു സൂക്ഷിച്ച് ഞാനിവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ അയ്യപ്പൻ പോയിരുന്ന മലയിലോട്ട് ഞങ്ങൾക്കൊക്കെ പോകണം, നവോത്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയുന്നില്ല. യഥാർത്ഥ ഭക്തകൾ ഇന്നിവിടെ വരണമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അവരെ. കാരണം അവർ പറയുന്നു ഞങ്ങൾ യഥാർത്ഥ ഭക്തരാണ്, ഞങ്ങൾക്ക് ശബരിമലയിൽ പോയി ഭഗവാനെ ഈ പ്രായത്തിൽ ദർശനം ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് എന്തുകൊണ്ട് ഈ പ്രായത്തിൽ ഈ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു യാഗഭൂമിയിൽ 45ഓളം ലക്ഷം ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് യഥാവിധി പൊങ്കാല അർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സ്ത്രീകൾ മാത്രം വന്നില്ല? തീർച്ചയായും ഉഷ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. വീണ്ടും സുധിഷയിലേക്ക് ഒന്നും കൂടി പോയിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതുന്നു. സുധിഷ, ഇവരെപ്പോഴാണ് പൊങ്കാല ഇട്ടതിന് ശേഷം ഇപ്പോൾ മടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണോ ഇവരെല്ലാവരും? തീർച്ചയായും പ്രവിത, പൊങ്കാലയെല്ലാം അർപ്പിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ഇവരിവിടുന്ന് മടങ്ങാനിരിക്കുകയാണ്. അതിന് മുന്നേ കുറച്ച് സമയം 24നോട് ചിലവഴിക്കാമെന്ന് പറഞ്ഞാണ് ഇവരോട് നിൽക്കുന്നത്. എന്നെല്ലാം വളരെയധികം എന്താ പറയുക, വ്രതശുദ്ധിയോടുകൂടിയാണ് നമ്മൾ പൊങ്കാലയ്ക്ക് എത്തുക. ഇത്തവണ എത്ര ദിവസം? പലരും 9 ദിവസം എടുക്കാറുണ്ട്, 7 ദിവസം, 3 ദിവസം അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്തവണ എത്ര വ്രതം എടുത്തു? എന്തൊക്കെ തയ്യാറെടുത്തു? 9 ദിവസം വ്രതം എടുത്തിട്ടാണ് വന്നത്. ഞാനും ശരിക്കും പറഞ്ഞ വ്രതമൊക്കെ കുറച്ച് ദിവസം എടുത്തിട്ടുള്ളൂ, 3-4 ദിവസമൊക്കെ എടുത്തിട്ടുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ളൂ, കാരണം ടൂറിനും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പേടിയാണ്. നമ്മൾ നല്ല വ്രതമൊക്കെ എടുത്ത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് കാരണം ഒരുപാട് പുക, നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് അടുപ്പൊന്നും അങ്ങനെ കത്തിക്കൽ കുറവായിരിക്കുമല്ലോ, അപ്പോൾ ഇത്രയും പുക നമുക്ക്. പക്ഷേ എന്താ പറയുക, ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അല്ലെങ്കിൽ കലം എന്തെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് നോക്കിയെടുക്കുന്നല്ലേ ഉള്ളൂ, തിരക്കിട്ടിട്ടോ അല്ലെങ്കിൽ അതിനൊരു പിന്നെ ഓള് വീണ് വെള്ളം അതിലേക്ക് ഒരു പ്രശ്നമില്ല. ആർക്കും ദൈവം സഹായിച്ചു ഒരു ആപത്തും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടായിട്ടില്ല. അപ്പം അതെനിക്ക് തോന്നി ഒരു അപകടം അങ്ങനെ ഉണ്ടാവുന്നതല്ലാതെ, ഒരു ശ്രദ്ധ കുറവ് കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതല്ലാതെ ഒരിക്കലും അല്ലാതെ ഒരു അപകടം ഉണ്ടായിട്ടേ ഇല്ല ഇവിടെ. നേരത്തെ ആറ്റുകാൽ അമ്മയുടെ ഭക്തി ആയിരുന്നു? അതെ അതെ, വളരെ വർഷങ്ങളായിട്ട്. എനിക്ക് ശരിക്കും എന്താ പറയുക, എത്ര പറഞ്ഞാലും മതി വരത്തില്ല, അത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ വന്ന് പൊങ്കാല ഇടണം തന്നെയാണ്. ഒരിക്കലും ഇവിടെ വന്ന് പൊങ്കാല ഇട്ടവർ പിന്നീട് എല്ലാ വർഷവും വരണം തന്നെ ആഗ്രഹിക്കുകയുള്ളൂ. എല്ലാ വർഷവും ഇവിടെ വന്ന് പൊങ്കാല ഇടണം തന്നെയാണ് ആഗ്രഹം. ഇത് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇവിടെ വന്ന് ഒരു തവണ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ വന്ന് പൊങ്കാല ഇടാനുള്ള പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിയുന്നത്. പ്രവിത, തീർച്ചയായും സുധിഷ, വീണ്ടും നമ്മുടെ അതിഥിയായ ഉഷയിലേക്ക് തന്നെ പോവുകയാണ്. ഉഷ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഒരു പക്ഷേ സ്ത്രീകളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്, ആ ഒരു അവസരം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം ഭക്തർ ഇത്തവണയും എത്തിച്ചേർന്നു എന്നാണ് കരുതുന്നത്. 40 ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉഷ പറഞ്ഞ ഒരു കാര്യത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ശക്തി, പരാശക്തി ഇല്ലെങ്കിൽ ദുർഗ, എല്ലാം പെൺ രൂപത്തിൽ ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി നമുക്ക്
പണ്ട് മുതൽ കൊണ്ട്, അതായത് നമ്മുടെ പൂർവികന്മാരിൽ എത്രയോ വർഷങ്ങൾ ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്ത്രീ ശക്തിയാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇവിടെയാണ് നമ്മൾ നവോത്ഥാനം എന്താണെന്ന് ചിന്തിക്കേണ്ടത്. നവോത്ഥാനം എന്ന് പറയേണ്ടത് ഹിന്ദുക്കളുടെ വീടുകളിൽ ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും എൻ്റെ കല്യാണം നടത്തിത്തരും അമ്പലം, എൻ്റെ മക്കൾ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും അവരെ എഴുത്തിനിരുത്തും എൻ്റെ അമ്പലം, എൻ്റെ മക്കൾ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും അവർക്ക് ചോറൂണും പേര് വിളിയും എൻ്റെ അമ്പലം നടത്തും. ഇത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്കാരം വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായ, ഇല്ലെങ്കിൽ അത്രയ്ക്ക് അച്ചടക്കത്തോടുകൂടെ ഉള്ള ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ മറ്റ് മതത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും ഈ ശബരിമലയിൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചവർ. അവരുടെയൊക്കെ പേരിൻ്റെ പിറകിൽ വേറൊരു പേരും കൂടെയുണ്ട്. ഹിന്ദു നാമധാരികൾ എന്ന് പറയാം, പ്ലസ് അവർക്ക് വേറൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ഇതിനിടയിലെല്ലാം വേറെ താല്പര്യങ്ങളുണ്ട് എന്നാണ് ഉഷ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ അവർ അയ്യപ്പ ഭക്തരാണ് എന്നായിരിക്കും ചിലപ്പോൾ ഇതിനൊക്കെ മറുപടിയായി ഇവർക്ക് പറയാനുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ഭക്തിയുടെ നിറവിലാണ് തിരുവനന്തപുരം നഗരം. ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മടങ്ങുകയാണ് എന്നാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ 24/3 സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. 24/3 സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. This is 20